രാഹുൽ, ഈ വേടൻ എന്ന കലാകാരനെ വിലയിരുത്തുമ്പോൾ വേടൻ ഉയർത്തിക്കൊണ്ടുവരുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയം, അതിലൂടെ വരുന്ന തീക്ഷ്ണമായ വരികൾ, അതിൻ്റെ ആർത്തിരമ്പി വരുന്ന അതിൻ്റെ താളബോധം, അതിൽ നിൽക്കുന്ന ഒരു ജനറേഷന്, ഒരു തലമുറയാകെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബിംബമായി അല്ലെങ്കിൽ ഒരു രൂപമായി വേടൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ കേരളത്തിൻ്റെ ബോബ് മാർലി എന്നൊക്കെ ഉള്ള വിശേഷണങ്ങൾക്ക് വേടൻ അർഹനാകുന്നത്. പക്ഷേ ലഹരി കേസിൽ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് കേസിൽ അകപ്പെടുമ്പോൾ സമൂഹം വേടനെ കാണുന്നതും വേടനോടുള്ള സമീപനത്തിലുമൊക്കെ ഒരുപക്ഷെ ചെറിയ രീതിയിൽ മാറ്റമുണ്ടായേക്കാം. കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ലഹരിയിൽ ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണോ വേടൻ ഇങ്ങനെ നിലകൊണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകാം. അവിടെ വളരെ നൈർമല്യത്തോടെ, വളരെ സത്യസന്ധമായി ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുലിപ്പല്ലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതെനിക്ക് ഒരാൾ സമ്മാനിച്ചതാണെന്നും 9.5 ലക്ഷം രൂപ മേശപ്പുറത്ത് നിന്ന് കിട്ടിയത് ചോദിച്ചപ്പോൾ അത് എന്നോടൊപ്പം ഈ ട്രൂപ്പിലുള്ള ആ സംഘത്തിലുള്ളവർക്ക് അവർക്ക് നൽകാനുള്ള പണത്തിൻ്റെ ആകെത്തുകയാണ് എന്നുമൊക്കെ വളരെ സത്യസന്ധമായി ഉത്തരങ്ങൾ നൽകുകയും നിയമ നടപടികൾ എന്താണോ അതിലൂടെ കടന്നു പോകുമെന്ന് അറിയിക്കുകയും തന്നെ തകർക്കാനോ നശിപ്പിക്കാനോ ഒരു ഗൂഢാലോചനയും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നില്ല എന്ന് പറയുകയും, എന്നാൽ കുറേ അധികം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാനുണ്ട്, അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം എന്ന് ഏറ്റവും സുതാര്യവും ലളിതവുമായ രീതിയിൽ മറുപടി പറയുന്ന, പ്രതികരിക്കുന്ന വേടനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വേട്ട, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, ഇതിന് പിന്നിൽ രാഹുൽ ഈശ്വറിനെ പോലൊരാൾ സംശയിക്കുന്നുണ്ടോ? കാരണം വേടന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം, ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനം, അവരുടെ വലിയ ഒരു സംഘത്തിൻ്റെ പിന്തുണ, ഇതൊക്കെ വേടനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? വേടനിലെ റാപ്പറെ പൂർണ്ണമായി ബഹുമാനിക്കുമ്പോഴും വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ വിനയത്തോടെ എതിർക്കുന്ന അല്ലെങ്കിൽ വിനയത്തോടെ അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേടൻ എന്ന റാപ്പർ ഗംഭീരമാണ്. വേടൻ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ബോബ് മാർലി എന്ന വിശേഷണം വളരെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നിയമത്തിന് കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം, വേടൻ ഉപയോഗിക്കുന്ന കഞ്ചാവ്, അത് ഒരു കാരണവശാലും ശരിയല്ല. വേടൻ തന്നെ ഏറ്റു പറയുന്നത് പോലെ അത് തെറ്റാണ്. അതിന്റെ പിന്നിൽ നമ്മളായിട്ടൊരു കോൺസ്പിറസി തിയറി കണ്ടുപിടിക്കേണ്ടതില്ല. 2, ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്. നമ്മൾ സൈറ്റ്സിൽ അഥവാ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീസീസിലൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആനവാൽ മോതിരമാകട്ടെ, പുലിനഖമാകട്ടെ, ഇനിയും സിംഹത്തിന്റെ ക്ലോ ആകട്ടെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നിയമപരമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം അല്ലെങ്കിൽ ഇനി നമ്മുടെ ആനയുടെ കൊമ്പാണെങ്കിൽ അതിനടക്കം റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജാതിയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്വത്വമോ എടുത്ത് നമ്മളൊരു ഡിഫൻസ് പറയുന്നതിന് പകരം അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഓണസ്റ്റ്ലി പറഞ്ഞാൽ മതി. ഇപ്പൊ ശ്രീ ഞെരളത്ത് ഹരിഗോവിന്ദന്റെ എല്ലാ സാംസ്കാരിക മുന്നേറ്റങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പറയാതെ പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു നായർ ലോബി അല്ലെങ്കിൽ കുറച്ചുകൂടെ സവർണ ഹിന്ദു ലോബി എന്ന് പറയണം, അങ്ങനെ പറയണം, സവർണ ഹിന്ദു ലോബി അടക്കമുള്ളവർ ഇവരെ, അല്ലെങ്കിൽ ജാസി ചേട്ടനെ, അദ്ദേഹം എന്റെ സീനിയർ ആയിട്ടും കൂടെ ഫിലോസഫി ആയിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ ജാസി ഗിഫ്റ്റ്, അവരെ അടക്കം ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ തുറന്നു പറയുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ സവർണ ഹിന്ദു സാംസ്കാരിക ലോബി ഇവരെല്ലാം തടയാൻ ശ്രമിക്കുന്നു എന്നോ ടാർഗറ്റ് സാധ്യതയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, അത് മനസ്സിലായി, അത് തന്നെയാണ് രാഹുലും പറയുന്നത്. അങ്ങയുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ സാംസ്കാരിക സവർണ ഹിന്ദു ലോബി എന്നൊക്കെയാണ്. അതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. നേരെ മറിച്ച് വേടനെ അദ്ദേഹം പറഞ്ഞ ശ്രീ ഹരിഗോവിന്ദൻ പറഞ്ഞതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയ കാര്യം, വേടൻ ഒരു വിശ്വാസിയാണ്. വേടൻ വളരെ പ്രാർത്ഥനാപൂർവ്വം തൃശ്ശൂരിലെയും എറണാകുളത്തെയും പല അമ്പലങ്ങളിലൊക്കെ പോകുന്നത് വളരെ സന്തോഷത്തോടെ കാണുന്നത്. ഈ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും അത്തരം വിശ്വാസങ്ങൾ നല്ലതാണ്. അപ്പൊ നമ്മളെല്ലാം ആ സാംസ്കാരിക ധാരയിൽ ചേർന്ന് നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് സമ്മതിക്കണം. അതിനോട് എന്താ പറയുക, ചില തത്വാധിഷ്ഠിതമായ എതിർപ്പുകളുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത്തരം വിഷയങ്ങൾ ഇതിനിടയിൽ കൊണ്ടുവന്നാൽ വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയവും സ്വത്വവും അത് ഡയലൂട്ട് ആകുകയുള്ളൂ. വേടന് തെറ്റുപറ്റിയിരിക്കുകയാണ്. അദ്ദേഹം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, സിന്തറ്റിക് കഞ്ചാവ് ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓർഗാനിക് ആയിരിക്കാം അദ്ദേഹം പിടിച്ചത്. അപ്പൊ ഇതിന് വേടനെ ട്രോൾ ചെയ്യുകയോ അകറ്റി നിർത്തുകയോ അല്ല വേണ്ടത്. വേടന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ഷൈൻടോൺ ചാക്കോവിനും നമ്മുടെ ഖാലിദിനും അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിക്കും അടക്കം കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞവർ തിരിച്ചു വരണം. പകരം ഇവർ ഇരകളാണെന്നൊരു ഇപ്പോൾ ഉയർത്തുകയാണെങ്കിൽ അവരുടെ കോടതി കേസിനും അവരുടെ ഭാവിക്കും തന്നെ അത് ദോഷം ചെയ്യും. കാര്യം പൊതുസമൂഹത്തിലെ പല ആൾക്കാർക്കും കാണാൻ കഴിയും അവരത് പിടിച്ചിട്ടാണ്, അല്ലെങ്കിൽ എക്സൈസ് വകുപ്പാണെങ്കിലും വനംവകുപ്പ് വകുപ്പാണെങ്കിലും ബാക്കിയുള്ളവർ. ഈ ഇരവാദം ഉന്നയിക്കപ്പെടുന്നത് എവിടെയാണെന്ന് അറിയുമോ രാഹുൽ? ചില ആളുകൾ
ചില ആളുകൾ പ്രിവിലേജ്ഡ് ആകുന്നു, മറ്റു ചില ആളുകൾ നിസ്സാരമായ കാര്യങ്ങളിൽ അവരുടെ പ്രതിച്ഛായ തകർത്ത്. ഇപ്പോൾ വേടനെ പോലെ, ഇപ്പോൾ വേടന്റെ വരി തന്നെ നമുക്ക് എടുക്കാം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിന് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന വേടന്റെ വരികൾ എടുക്കാം. അതായത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് സമൂഹത്തിനകത്തുള്ള ഈ പ്രതിബന്ധങ്ങളെ മറികടന്ന് സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നു വരുന്ന വേടനെ പോലെയുള്ള ആളുകളെ അവരുടെ പ്രതിച്ഛായയെ സമൂഹത്തിന് മുന്നിൽ നശിപ്പിക്കാൻ ഇപ്പോൾ 6 ഗ്രാം കഞ്ചാവ് വെച്ചതിൻ്റെ പേരിൽ വലിയൊരു ലഹരിക്കാരനായി വേടനെ അവതരിപ്പിക്കുക, പുലിപ്പല്ലിൻ്റെ മാലയുടെ പേരിൽ വലിയ ഒരു മൃഗവേട്ട നടത്തിയ ഒരാളെപ്പോലെ, ഒരു കൊടും കുറ്റവാളിയെ പോലെ അയാളെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇതിന് പിന്നിലൊക്കെ നിക്ഷിപ്തമായ താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നു. അതേസമയം വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് കുറെ ആളുകൾ സമാനമായ കേസുകളിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നു. അവിടെയാണ് വേടന്റെ പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നത്. എല്ലാവർക്കും അവിടെ ഒരു കൺസെഷൻ ആണ് കൊടുക്കേണ്ടത്. നേരത്തെ മുഹമ്മദ് അൻവർ സാർ പറഞ്ഞത് ഒരു കാര്യം, അദ്ദേഹത്തോടൊക്കെയുള്ള അഭ്യർത്ഥന, ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും അറിയില്ല. സാധാരണക്കാർക്ക് ഇപ്പം ചെറിയ പ്രായത്തിൽ ഞങ്ങളോടൊക്കെ പറയും ആനവാൽ മോതിരം കുട്ടിക്ക് ഇട്ടുകൊടുത്താൽ നല്ലതാണ്. നമുക്കറിയില്ലല്ലോ ഇതൊരു പ്രത്യേക നിയമത്തിന്റെ വയലേഷൻ ആണ്. അതുകൊണ്ട് ശാസന അല്ലെങ്കിൽ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇവർക്ക് നോട്ടീസ് നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൊരു ആദ്യ സ്റ്റെപ്പ് വേണം. വ്യാപകമായ അവയർനെസ് ഉണ്ടാക്കണം. നമ്മളോടൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ളതാണ് ഈ ആനവാൽ മോതിരം ഇട്ടാൽ പേടി പോവും തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആനയുടെ അടിയിൽ കൂടെ പോയാൽ മതി. അപ്പൊ ഈ മൃഗങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പലരും ഇതിലേക്ക് പെട്ടുപോകുന്നത്. അപ്പം പുലിയോ സിംഹമോ ആനയോ അല്ല, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ധൈര്യമോ അല്ലെങ്കിൽ അവരുടെ ഗുണമോ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവയർനെസ് ക്യാമ്പയിൻ ആദ്യം തന്നെ വനം വകുപ്പ് ഏറ്റെടുക്കണം. കാര്യം പലരും ഇതിൽ നിഷ്കളങ്കമായി ചെന്ന് വിടുന്നതാണ്. ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ആനക്കൊമ്പായിരിക്കാം അല്ലെങ്കിൽ വേടന്റെ പോലെ ഈ പുലിനഖമായിരിക്കാം, എവിടെങ്കിലും ചെല്ലുമ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നതാണ്. ഇതിന്റെ പിന്നിൽ ഒരു നിയമത്തിന്റെ തെറ്റുണ്ട് എന്നൊന്നും തിരിച്ചറിഞ്ഞൊന്നും പോകുന്നതല്ല, അറിയാതെ പെട്ടുപോകുന്നതാണ്. അതൊരു ഡിഫൻസ് അല്ല, നിയമത്തിന്റെ കണ്ണിൽ അതൊരു ഡിഫൻസ് അല്ല. അത് ശരിയാണ്. ഈ നിയമത്തെ കുറിച്ചിട്ടുള്ള അജ്ഞത ഒന്നും ഈ നിയമലംഘനത്തിന് ഒരു ന്യായമോ കാരണമോ ആയി പരിഗണിക്കില്ല. ശരിയാണ്.